അപ്പോൾ അതേ തലേന്നിട്ട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇസാക്ക് നേരത്തെ എണീറ്റുട്ടാ. കാരണം തലേന്ന് അവനൊന്നും കഴിക്കാണ്ടോട്ട് കിടന്നത്, വല്ലാണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വയറൊന്നും നിറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് വന്നിട്ട് വിശക്കണമെന്ന് പറഞ്ഞിട്ടാണ് എണീപ്പിച്ചത് തന്നെ. കഞ്ഞി വേണമെന്ന് അവന്, കഞ്ഞി വേണം. ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കഞ്ഞിയൊന്നും കിട്ടില്ലല്ലോ, എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ അല്ലേ രാവിലെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരോട് ഉണ്ടാക്കി തുടങ്ങണമല്ലോ കേട്ടോ. കുട്ടി വിശന്ന് വലഞ്ഞിട്ടാന്നുകൊണ്ട് എൻ്റെ മേത്ത് ചാരി കിടക്കുന്നുണ്ട്. റയറായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ. എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഒക്കെ വിഷമമായിട്ടോ. അപ്പം ഞങ്ങളവിടെ ഇരുന്നു, തപസ്സിരുന്നു കേട്ടോ, കിട്ടിയാലേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവസാനം ആ ചേട്ടൻ അവന് മാത്രമായിട്ട് കുറച്ച് എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ളതായിട്ട് അവർ തന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ രാവിലെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ നിൽക്കാം കേട്ടോ. ഒരു 10:30, 10:45, 11 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവരും ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ വെച്ച് അവരുടെ വണ്ടിയിലൊക്കെ വെച്ചിട്ട് പിന്നെ എവിടേക്ക് പോകുന്നുള്ള ഒരു ചിന്തയിലായിട്ടോ. പിന്നെ എവിടേക്കാണ് അടുത്ത പ്ലാനിങ് എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഞാനും സ്നേഹം പറയായിരുന്നു, രാവിലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പൂളിൽ ചാടായിരുന്നു, ഒരു അരമണിക്കൂർ നമുക്ക് ഒന്ന് കുളിച്ചിട്ട് പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറയായിരുന്നു. ഏതെങ്കിലും 1-2 പേര് ഇറങ്ങിയിരുന്നെങ്കിൽ എല്ലാവരും കൂടി വന്നേനെ പൂളിൽ ഇറങ്ങാനൊക്കെ ആയിട്ട്. പക്ഷെ എന്താണ് രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ആരും ഇറങ്ങാണ്ടിരുന്നത്. അതെന്തോ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഓർമ്മ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇനി എപ്പോഴാണ് അടുത്ത ട്രിപ്പ്, ഇനി ഇതുമാതിരി തന്നെ നമുക്കൊരു 6 മാസം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ വയ്ക്കാം, പൂളുള്ള റിസോർട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.